ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു നൈറ്റിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഷർട്ട് കോളർ മോഡലാണ് ഈ ഒരു നൈറ്റി വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി 2.50-ൻ്റെ നൈറ്റി ബിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു നൈറ്റി ബിറ്റ് നീളത്തിൽ രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീതിയിൽ ഒന്നുകൂടി ദേ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് 4 ആക്കിയാണ് നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്ര വേണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ താഴെ ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്നും ഞാനിവിടെ മുകളിലേക്കാണ് ഇതിൻ്റെ ലെങ്ത് മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള ലെങ്താണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ വേണ്ട ലെങ്ത് 52 ഇഞ്ചാണ് കേട്ടോ. സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്ത ശേഷം നമുക്ക് കോളറിന് വേണ്ടി തുണി വേണം, പിന്നെ നമുക്ക് ബോഡി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ മുകളിൽ ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനാണ്. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്ക് സീം അലവൻസോട് കൂടി വേണ്ട ലെങ്ത് 7 ഇഞ്ചാണ് കേട്ടോ. അപ്പം 7 ഇഞ്ച് ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് സ്ലീവിൻ്റെ വിഡ്ത്താണ്. അപ്പോൾ ഇവിടുത്തെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 40 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 40 ഇഞ്ചിൻ്റെ 4/1 ഭാഗമാണ് ഇവിടെ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. 10 ഇഞ്ചാണ് ഇതുപോലെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് നേരെ താഴത്തേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്ലീവിൻ്റെ കുഴിവായി മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ കാണുന്ന രീതിയിൽ സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് റൗണ്ടാണ് കേട്ടോ. അപ്പോൾ സ്ലീവ് റൗണ്ട് ഞാനിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടി സീം അലവൻസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെസ്റ്റ് സൈസ് ഉള്ളതുകൊണ്ട് തന്നെ സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് തുണി കുറവായി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ കുറച്ച് തുണിയും കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് നമ്മൾ ഇതിൽ നിന്നും ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മൾ കോളറിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് കോളർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ മുകളിൽ നമുക്ക് ഫോൾഡഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനിയാണ് നമ്മൾ ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കോളർ വരുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ വരുന്നത്. അപ്പം ഇതുപോലെ നൈറ്റി ബിറ്റ് ഫ്രണ്ടും ബാക്കും ആയിട്ട് 2 പീസാക്കി ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ മാത്രം നമുക്ക് 1.5 ഇഞ്ച് ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രണ്ട് ഓപ്പൺ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ കൊടുത്ത ശേഷം ആ ഒരു പോർഷൻ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി ഷോൾഡർ മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ വെച്ചിട്ടുള്ളതാണ് ഫ്രണ്ട് പോർഷൻ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ കോളറിനൊക്കെ ആയതുകൊണ്ട് തന്നെ സാധാരണ കൊടുക്കുന്ന മെഷർമെൻറ്റ്സിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടി. അപ്പോൾ സാധാരണ 7 ഇഞ്ചാണ് കൊടുക്കാറ്. അപ്പോൾ ഇവിടെ 7.5 ഇഞ്ചാണ് കേട്ടോ ഷോൾഡറിൻ്റെ ഹാഫ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം താഴത്തേക്ക് നമുക്ക് ഷോൾഡറിൻ്റെ ലെങ്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ചെസ്റ്റിൻ്റെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് ആണ് 40 ഇഞ്ച്. കൂടെ നമുക്ക് ലൂസും കൂടി ആഡ് ചെയ്യണം, കൂടെ സീം അലവൻസും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 13 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നൈറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് വേണം എന്നുള്ളതുകൊണ്ട് ലൂസും കൂടി ആഡ് ചെയ്തിട്ടാണ് 13 ഇഞ്ച് കൊടുത്തത്. ഇനി നമുക്ക് ആം ഹോളാണ്. അപ്പം ബാക്ക് ആം ഹോൾ ഈ കോർണറിൽ നിന്നും 1.5 ഇഞ്ചാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം മുകളിൽ ഫ്രണ്ട് പീസാണുള്ളത്, പക്ഷേ നമുക്ക് രണ്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഫ്രണ്ട് ആം ഹോളിന് വേണ്ടി ഞാനിവിടെ കോർണറിൽ നിന്നും 1 ഇഞ്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കാം കേട്ടോ.
ഇനി ഇവിടെ ഷേപ്പായി കൊടുക്കുന്നത് മുകളിൽ നിന്നും 14 ഇഞ്ച് താഴത്തേക്കാണേ. അപ്പോൾ അത് നമുക്ക് വിട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഷേപ്പിൻ്റെ ഭാഗത്ത് 12 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 40 ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുള്ളൊരു ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷേപ്പ് അധികം ഷേപ്പായി കിടക്കേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 12 ഇഞ്ച് കൊടുത്തത്. ഇനി നമുക്കൊരു 20 ഇഞ്ചിൽ നമുക്ക് ഒരു മെഷർമെൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ അത്യാവശ്യം വയറൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 14 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്ത് ദേ ഈ കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 14 ഇഞ്ച് കൊടുക്കുന്ന ഭാഗത്ത് അത്യാവശ്യം വയറുള്ളവരാണെങ്കിൽ മാത്രം 14 ഇഞ്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 ഇഞ്ച് ഉള്ളിലേക്ക് കൊടുക്കാം കേട്ടോ, ഷേപ്പിന് കിടക്കാനാണെങ്കിൽ മാത്രം. ഇനി താഴത്തേക്ക് നമുക്കത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുത്തായിരുന്നു. അപ്പോൾ രണ്ടിനും കൂടി ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസുമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് പീസാണ്, ബാക്ക് പീസിൻ്റെ ആം ഹോൾ വഴിയാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. സെപ്പറേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ താഴത്തേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ടല്ലോ ഓപ്പൺ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തേക്ക് ഇതുപോലെ കുറച്ച് തുണി എക്സ്ട്രാ വരും, ബാക്ക് പീസ്. അപ്പോൾ അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള നെക്ക് മാർക്ക് ചെയ്യാം. ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ കോളർ നെക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2.25 ഇഞ്ചാണ് നെക്കിൻ്റെ അകലം കൊടുക്കുന്നത് കേട്ടോ. അപ്പം ബാക്ക് നെക്കിൻ്റെ ഇറക്കം 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. ശേഷം നമ്മൾ ആ ഒരു മുകളിൽ കൊടുത്ത 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലൊരു ബോക്സ് വരച്ചെടുക്കുക. ഇനി നമുക്ക് കറക്റ്റ് യു ആയിട്ടല്ല കേട്ടോ, ഇതേപോലൊരു ഷേപ്പാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കോളറാണല്ലോ, ഷർട്ട് കോളറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കർവ് ഷേപ്പ് വേണം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ബാക്ക് പീസിൽ 1/2 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം, അതുകൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ പിന്നെല്ലാം മാറ്റിയ ശേഷം ഫ്രണ്ട് പീസ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗത്തും അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് എത്രയാണ് ഓപ്പൺ കൊടുക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ മുകളിൽ 4 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം കൊടുത്തത്. അപ്പം ബാക്കി ഞാനിവിടെ ഒരു 7 ഇഞ്ച് വരെയാണ് കേട്ടോ ഓപ്പൺ കൊടുക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ കൊടുത്ത ശേഷം ബാക്കി ഞാൻ ക്ലോസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫീഡിങ് കുർത്തിയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ ഫുള്ള് ഓപ്പൺ ആക്കി തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടൺസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മുകളിൽ നിന്നും 7 ഇഞ്ച് വരെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ 4 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ 7 ഇഞ്ച് കൊടുത്തത്. ബാക്കി പോർഷൻ ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി താഴെ ഭാഗത്ത് നമുക്ക് നൈറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് വിഡ്ത്ത് കുറവായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പോർഷൻ ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തു നിന്നും നമുക്ക് മടക്കി അടിക്കാൻ വേണം. കൂടാതെ ബാക്കി ഓപ്പൺ കൊടുക്കുന്നത് താഴെ നിന്നും 7 ഇഞ്ച് പൊക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ഓപ്പൺ കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. ബാക്ക് പീസ് ഇതുപോലെ വെച്ച ശേഷം 2 ഷോൾഡറും ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിന് വേണ്ടി മെഷർ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ 2 പീസും കൂടി ചേർത്ത് പിടിച്ച ശേഷമാണ് കോളറിന് വേണ്ടി മെഷർമെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതാണ് കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇതുപോലെ 2 ഷോൾഡറും ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചെടുക്കുക. ശേഷം നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എത്രയാണെന്ന് നോക്കാം.
അപ്പോൾ ഈ ഒരു ഭാഗം സ്ലോയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കാമെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഭാഗം കുറച്ച് താഴോട്ട് വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി. 1/2 ഇഞ്ച് താഴ്ത്തി വെച്ച് ഇതുപോലൊന്ന് മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിവിടെ അതായത് ഒരു 9.5 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഹാഫ് മെഷർമെൻറ്റാണ് 9.5 ഇഞ്ച്. നമ്മൾ മടക്കിയിട്ടല്ലേ എടുത്തത്. അപ്പോൾ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തുണിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് തുണി കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം 9.5 ഇഞ്ചാണ് നമുക്ക് വിഡ്ത്ത് വരുന്നത് അല്ലേ. അപ്പം ഒരു 10.5 ഇഞ്ചെങ്കിലും നമുക്ക് വീതി വേണം. അപ്പോൾ ഇത് കുറച്ച് തുണി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പീസും കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് എടുക്കാവേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്യണം. നമുക്ക് 3 ഇഞ്ചാണ് കോളറിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 3 ഇഞ്ച് വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ മടക്കിയെടുക്കാൻ വേണ്ടി. ശേഷം ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മടക്കിയെന്ന് മനസ്സിലാകും കേട്ടോ. ബാക്കി എക്സ്ട്രാ ഇതുപോലെ കുറച്ച് ക്ലോത്ത് നിൽപ്പുണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇനി ഈ മടക്ക് ഭാഗങ്ങളാണ് മുകളിൽ വെച്ചിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇതുപോലെ വേണം കോളറിന് വേണ്ടി തുണി മടക്കിയിടാൻ കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ്സ് എടുത്തപ്പോൾ 9.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ ഞാനൊരു 10.5 ഇഞ്ച് വീതി വരെ കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ എടുക്കാൻ വേണ്ടി. ഇനി കോളറിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ്. കൂടെ സീം അലവൻസും കൂടി ചേർത്ത് 3.5 ഇഞ്ച് വിഡ്ത്ത് എടുക്കുന്നുണ്ടേ. അപ്പോൾ അതാണ് ഈ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുകളിൽ മടക്ക് വശമാണ് കേട്ടോ. മടക്ക് വശത്ത് നിന്നുമാണ് താഴത്തേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തതേ. ഇനി നമുക്ക് വേണ്ടത് 9.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ലൈനിൽ ഇതുപോലെ ടേപ്പ് വെച്ച ശേഷം 9.5 ഇഞ്ച് എവിടെയാണ് കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 9.5 ഇഞ്ച് മുകളിലും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം ഇത് രണ്ടും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു കോളർ കുർത്തിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ആ മുകളിൽ മടക്ക് ഭാഗമില്ലേ, അവിടത്തേക്ക് 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അതുപോലെ താഴെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തില്ലേ, ആ മാർക്ക് ചെയ്ത ഭാഗത്ത് മുകളിലേക്ക് 1 ഇഞ്ച് കൂടി കൊടുക്കുന്നുണ്ട് കണ്ടോ. ഈ രീതിയിൽ രണ്ട് ഭാഗത്തും ഓരോ ഇഞ്ച് കൊടുത്തു. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്നും ഈ കാണുന്ന രീതിയിലൊന്ന് കർവ് ചെയ്തിട്ട് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുർത്തിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗമാണ് ഇപ്പം മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ എക്സ്ട്രാ 1 ഇഞ്ച് കൂടി എടുത്തല്ലോ, ആ 1 ഇഞ്ചിലേക്ക് ഈ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ മുകളിൽ വരുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ഇടണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ടിട്ട് വേണം, ആ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് സീം അലവൻസ് വിടേണ്ട കേട്ടോ. ഇനി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കോളർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമൊക്കെ കാണുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 1-2 വട്ടം ഒന്ന് കണ്ടു നോക്കുമ്പോൾ അതൊന്ന് മാറും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഇപ്പോൾ നൈറ്റി ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു കോളർ ചെയ്യുന്നത്. അപ്പോൾ കുർത്തിയിൽ ചെയ്യുമ്പോഴും ക്യാൻവാസ് ഇല്ലാതെ ചെയ്യുന്നവർക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം കണ്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ മടക്ക് വശമാണ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ കോളർ നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നൈറ്റിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നൈറ്റിയുടെ ബാക്ക് പോർഷൻ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശത്തേക്ക് വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നല്ല വശം നമുക്ക് ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കട്ട് ചെയ്ത പോർഷനിൽ നമുക്ക് കോളറിന് വേണ്ടി കട്ട് ചെയ്തില്ലേ, അതിൻ്റെ മിഡിൽ ഭാഗവും തമ്മിൽ ചേർത്ത് വെക്കണം. അപ്പോൾ കോളറിന് കട്ട് ചെയ്ത തുണിയുടെ നല്ല ഭാഗം തന്നെയാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ ചേർത്ത് വെച്ച് 1/4 ഇഞ്ച് നമുക്ക് ഗ്യാപ്പ് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ സാധാരണ നൈറ്റിയൊക്കെ ചെയ്യുന്നേക്കാളും കോളർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ ആദ്യം ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ആ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ മനസ്സിലായാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. അപ്പം ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ അരികു വശത്ത് ഒരു 1/4 ഇഞ്ച്
അല്ലെങ്കിൽ 1/2 ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ വേണം കേട്ടോ. അപ്പോൾ കോളർ കട്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് വിട്ടാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് കിട്ടത്തുള്ളേ. ഇനി നമുക്ക് അടുത്ത സൈഡാണ്. അപ്പോൾ ഞാനിവിടെ ആ ഒരു മിഡിൽ പോർഷനിൽ നിന്നും ഇനി അടുത്ത സൈഡിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ കോളർ ചെയ്യുമ്പോൾ അധികം വലിക്കാതെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ സ്ലോലി തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പം ദേ ഈ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു 1/2 ഇഞ്ച് നമുക്കിത് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ആ 2 സൈഡ് ഉണ്ടല്ലോ, ആ 2 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്നില്ലേ, ഇതുപോലെ വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ കോളറിൻ്റെ ആ 2 സൈഡും നമുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നല്ല വശങ്ങൾ ദേ കാണുന്ന രീതിയിൽ ചേർത്ത് വയ്ക്കണം. ഇനി ആ മുകളിൽ വെച്ച പീസില്ലേ, അതിൽ നമുക്കൊരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ദേ ഈ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് കൂടി ചെയ്തെടുക്കണം കേട്ടോ. ഫോൾഡ് കൂടി ചെയ്ത് വെച്ച ശേഷം നമുക്ക് ആ അരികു വശം ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ രീതിയിൽ വേണം സ്റ്റിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡാണ് കേട്ടോ. അടുത്ത സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ചിട്ടെടുക്കുക. ഇപ്പോൾ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കറക്റ്റ് ചെയ്തെടുക്കണം. 2 സൈഡും ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതുപോലെ ചേർത്ത് വെച്ച് ആ ഒരു മടക്ക് ഒരു ഉള്ളിലേക്ക് ഒരു പ്രാവശ്യം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് അയൺ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അധികം വലിക്കാതെ കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിങ്ങിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദേ കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഒരു ഹുക്കും കൂടെ വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് സ്ലീവാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് രണ്ടും കൂടി വെച്ച് കൊടുക്കുക. അതുകൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ, വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഇത്രയാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തെടുത്ത ശേഷം താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ 1/2 ഇഞ്ച് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ 2 സൈഡും താഴത്തേക്ക് തൂങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താഴെ ഭാഗം കൂടി ഫോൾഡ് ചെയ്തെടുത്താൽ നമുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ഒരു ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഫാൻസി ബട്ടനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് ക്ലോത്തും വൈറ്റും കൂടി മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് ബട്ടൺ അധികം കാണാനൊന്നും കഴിയത്തില്ല കേട്ടോ. എങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ ഇത് ഞാൻ ഡമ്മിയിലിട്ട് കൂടി കാണിക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ കോളർ വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.